ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുസുതിനെ കുറിച്ചാണ്. അത് രേണുസുതിക്ക് സ്റ്റേജ് 3 ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ. എന്നാൽ ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ വന്ന് പറയുകയാണ്, അതായത് ഇവർക്ക് യാതൊരു അസുഖവുമില്ല, ഈ അസുഖമൊക്കെ കംപ്ലീറ്റ്ലി ഉടായിപ്പാന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് വന്ന് പറയുന്നു രേണുസുതി 2 ലക്ഷം രൂപ പുള്ളിക്കാരുടെ മരുന്നിനാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി ഫേക്ക് എന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. അതായത് 5000 രൂപയ്ക്ക് രേണുസുതിയുടെ മരുന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ കംപ്ലീറ്റ്ലി രേണുസുതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. രേണുസുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്, മിക്ക കാര്യങ്ങളും സത്യമാണ്. അതിന് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും വ്യക്തമായ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ബില്ല് നിങ്ങൾ കണ്ടല്ലോ, 2 ലക്ഷം രൂപയാണ് ഈ ബില്ലിൻ്റെ അത് വ്യക്തമായി എഴുതിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വേറെ കുറേ പേര് വന്നുണ്ട്, ഇന്നത്തെ ഡേറ്റ് പഴയ ഡേറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, രേണുസുതി എടുക്കുന്ന മെഡിസിൻസ്, ഇത് ബില്ല് പഴയതോ പുതിയതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവരെടുക്കുന്ന മെഡിസിൻസും ബില്ലും മറ്റേ അതിൻ്റെ ബാക്കിൽ, അതായത് മെഡിസിൻ്റെ ബാക്കിലുള്ള MRP പ്രൈസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതേപോലെ സംശയമുണ്ടെങ്കിൽ ഇവരുടെ മെഡിക്കൽ ചാർട്ടിനകത്ത് ഇവർ ഏതൊക്കെ മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഓൺലൈനിൽ അങ്ങ് തപ്പി നോക്കിയാൽ പോരെ. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ ഓൺലൈനിൽ കുറേ തപ്പി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം കാണാൻ പറ്റി 2 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ ശരിക്കും ഈ ഒരു മരുന്നാണ് ഏകദേശം 2 ലക്ഷം രൂപ പുള്ളിക്കാരി പറഞ്ഞത്. അത് പെർട്ടു സുമോബ് എന്ന് പറഞ്ഞ ഒരു മരുന്നും പിന്നെ ട്രാൻസ്റ്റു സുമോബ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് ഓൺലൈനിൽ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇതിനുണ്ട്. ഇത് പെയിൻ കില്ലർ അല്ലാന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത് ഏകദേശം 2 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ വിലയുള്ള മരുന്നാണ്. അത് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മരുന്ന് 5000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, എന്നാൽ 5000 രൂപയ്ക്ക് ഞങ്ങൾ മേടിക്കാൻ റെഡിയാണ്, ആ കട എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ മേടിക്കാൻ റെഡിയാന്ന് പറയുന്നുണ്ട്. അല്ല, ഇവർ പറഞ്ഞതിൽ പോയിന്റ് ഇല്ലേ? അത് 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ ഈ മരുന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങ് സൗകര്യമില്ല, വെറുതെ 2 ലക്ഷം രൂപ കളയണ്ടല്ലോ. കീമോ കഴിയുമ്പോൾ സർജറി, ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട് ഞാൻ ഇപ്പോഴും അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ അത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. സത്യമല്ലേ? അത് എന്തിനാണ് ഇവർ ഇങ്ങനെ ഇട്ട് ശല്യം ചെയ്തത് എനിക്കൊരു യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് ഇവർ ആരുടെയും മറ്റേ ഈ തെണ്ടാനോ ഇതൊന്നും പഠിക്കാനോ ഒന്നും വന്നിട്ടില്ല. അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അവർ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനും ഇവർക്ക് നെഗറ്റീവ് ഇടുന്നത് എന്ത് ബേസിസിലാണെന്ന് അറിയാൻ പാടില്ല. അതായത് ഇവരുടെ ഈ അസുഖമൊക്കെ കംപ്ലീറ്റ്ലി ഫേക്കാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അവരുടെ കോലം നിങ്ങൾ നോക്കണം. അതായത് ഇതൊക്കെ പറയുന്നവരുടെ മനസ്ഥിതി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് അവർ കംപ്ലീറ്റ്ലി മുട്ടയൊക്കെ അടിച്ച് അവരുടെ ഇത് കണ്ടോ, അതായത് ശരീരമൊക്കെ മെലിഞ്ഞ് അസ്ഥി പോലെയായി. ഇങ്ങനെ എന്നിട്ട് ഫേക്ക് ചെയ്യാന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറിയാൻ പാടില്ല. പിന്നെ വേറെ ഇതേപോലെ ക്യാൻസർ പേഷ്യൻ്റ് ഇതേപോലെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇതിന് 5000 രൂപ 77 മറ്റേ ഈ കാർഡൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു പെർട്ടിക്കുലർ കാർഡ് ഉണ്ടെങ്കിൽ ഈ വലിയ മരുന്ന് 2 ലക്ഷം രൂപ മരുന്ന് 5000 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷം ഒന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് ഇട്ട് തരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ട് തരാം. അത്രയും രൂപയൊന്നും ആവത്തില്ല മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ ആവത്തില്ല, കീമോക്ക് ഇത്രയും പൈസ ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ എനിക്കായതിന്റെ അത്ര പോലും ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ പോരാത്തതിന് എനിക്ക് ചികിത്സാ കാർഡ് ഒന്നും ഇല്ലായിരുന്നു, ഇൻഷുറൻസ് കാർഡൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ രേണുവിനാണെങ്കിൽ യെല്ലോ റേഷൻ കാർഡ് യെല്ലോ ആണെന്ന് പറയുന്നത്. അവർക്കൊക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. ഞാൻ ഓരോരുത്തരടുത്തും ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഒരു നിവർത്തിയില്ലാത്ത കുടുംബമാണ്, ഒരു നിവർത്തിയില്ല ഞങ്ങൾക്കും. ഞങ്ങൾ വാടക വീട്ടിലാണ് 9 വർഷം കൊണ്ട് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ മീൻ കച്ചവടമാണ്. അത് മിക്കുള്ള ദിവസവും നഷ്ടത്തിലുമായിരിക്കും. എനിക്കും കൂടി വയ്യാതായതിനു ശേഷം ഹസ്ബൻഡിന്റെ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കീമോ ചെയ്ത് എന്റെ കൈ കാല് ഒക്കെ പഴുത്തു. അതായത് കീമോയുടെ മരുന്ന് ലീക്കായി അതൊക്കെ പഴുത്തു. അതൊന്നും നടക്കാനൊന്നും പറ്റാതെ ഹസ്ബൻഡിന്റെ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു റേഡിയേഷന് മെഡിക്കൽ കോളേജിൽ 5000 രൂപയാണ് പറഞ്ഞത്. ഒരു റേഡിയേഷന് 5000 രൂപ. എനിക്ക് ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 75,000 രൂപ ആവും.
75,000 രൂപ എനിക്ക് പിന്നെ ചികിത്സാ കാർഡ് ഇല്ലാത്തതുകൊണ്ട് 15 റേഡിയേഷന് ഞാൻ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എനിക്ക് വേണ്ടി പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഞങ്ങൾ റെഡിയാക്കണം. അത് ഞങ്ങൾ ഇതുപോലെ ആരുടെയും മുമ്പിൽ കൈനീട്ടിയല്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഒന്നിയിൽ പലിശയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി അടച്ചു പോകുന്ന രീതിക്ക്, അതായത് 50,000 രൂപ എടുത്താൽ ഡെയിലി 1000 രൂപ അടച്ചു പോകുന്ന രീതിക്ക് ആരെങ്കിലും റോളായിട്ട് എടുക്കണം. ഈ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ പുള്ളിക്കാരിക്ക് ഇതേപോലെ ക്യാൻസർ ആണ്. ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് 75,000 രൂപ, 15 റേഡിയേഷൻ ഏകദേശം 70,000 രൂപ ആയതാണ്. അതേപോലെ പുള്ളിക്കാരിക്ക് ഈ ചികിത്സാ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ 5,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രേണുസുധിയുടെ ക്യാൻസറും ഈ പുള്ളിക്കാരുടെ ക്യാൻസറും ഒന്നാവണം നിർബന്ധമില്ല. ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ മറ്റൊരാൾക്ക് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അസുഖം സിമിലർ അസുഖമാണ്, സിമിലർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഓക്കെ പറയുന്നതിന് അർത്ഥമുണ്ട്. രേണുസുധിയുടെ ഇന്നത്തെ ആ പുള്ളിക്കാരിയുടെ സിസ്റ്റർ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്നത്തെ രേണുസുധിയുടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതിൻ്റെ ചാർട്ടും പുള്ളിക്കാരി വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചാർട്ടും ഇവരുടെ ചാർട്ടും കൂടെ നോക്കിയാൽ പറയാം. അപ്പോൾ ഇവർക്ക് 75,000 രൂപ ട്രീറ്റ്മെൻറ്റ്, 75,000 രൂപ റേഡിയേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ചാർട്ട് നോക്കുക, ഞാൻ എൻ്റെ മരുന്ന് ഈ രേണുസുധിയുടെ ഈ മരുന്ന് എനിക്കുണ്ടോ എന്ന് ജസ്റ്റ് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? എല്ലാവർക്കും ചാർട്ട് കാണുമല്ലോ. മറ്റേ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും എല്ലാവർക്കും ഒരു ഫുൾ ചാർട്ട് ഉണ്ടാവില്ല, എന്തൊക്കെ മരുന്ന് ഉപയോഗിച്ചതെന്ന് വ്യക്തമായി ചാർട്ട് ഉണ്ടാവില്ല. ആ ചാർട്ടിൽ നോക്കുക, ഈ രേണുസുധി ഈ പറയുന്ന മരുന്നൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ പറയുന്നതിൽ രേണു പറയുന്നതിൽ കള്ളത്തരമുണ്ട്. അല്ലാത്ത പക്ഷം രേണുസുധി എങ്ങനെയാണ് കള്ളിയാവുന്നത്, കള്ളത്തരം പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പി ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ എനിക്ക് ഇവരുടെ കാര്യം ഓർത്തിട്ട് സങ്കടം വരുന്നത്, അതായത് ഒരാളെ വീണ് കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവർ ഇഷ്ടമല്ല, നിങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ അവർ അസുഖമൊക്കെ ഇതേപോലെ ഉടായിപ്പാണ്, അവർ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ. ഞാൻ ആ യൂട്യൂബേഴ്സിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷേ എന്നാലും അതൊക്കെ പറയുന്നത് വലിയൊരു തെണ്ടിത്തരമാണ്. അത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ പോകുന്നത്, അത് ആരെങ്കിലും സ്വന്തം അസുഖം അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് അല്ലാണ്ട് തന്നെ ഒരു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കയറി ആവശ്യത്തിന് പബ്ലിസിറ്റി ഇവർക്ക് ഉള്ളതാണ്. ഇവരല്ലാത്ത ഇവരുടെ വരുമാന മാർഗ്ഗം മുടക്കിയിട്ട് ഈ പുള്ളിക്കാരിക്ക് ഇവരെ തലയും മൊട്ടയടിച്ച് കിടക്കാൻ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ചുമ്മാ ക്യാൻസർ ഇല്ല, അതില്ല, പൈസ അതിന് അത്രയും ആവില്ല. ഇവർ മെഡിസിൻസിൻ്റെ സാധനം വ്യക്തമായി. ഇപ്പം നമുക്ക് അധികം ഇതൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ആ മെഡിസിൻസിൻ്റെ പേര് ആ പേര് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ തന്നെ. ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എന്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ചുപേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറെ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവര് സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5,000 രൂപയ്ക്ക് കിട്ടിയെന്നും. ഇപ്പൊ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആന്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവർക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവ് ആയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. കേട്ടല്ലോ, അതായത് HER2 പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം അത് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെഡിസിൻ്റെ ആവശ്യമുള്ളൂ. രേണുവിന് അത് ഉണ്ടായതുകൊണ്ടാണ് ആ മെഡിസിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന വ്യക്തിക്ക് ആ അസുഖം ഉണ്ടോ എന്ന് നോക്കുക. ഈ 2 പേർ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്നാവണമെന്നില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വരെ കൺസൾട്ട് ചെയ്ത് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. അതായത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സിമിലർ ട്രീറ്റ്മെൻ്റ് ആണ്, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് ആണോ എടുക്കുന്നതെന്ന് ജസ്റ്റ് ചോദിച്ചു നോക്ക്. ഈ രേണുവിന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണോ എല്ലാ ക്യാൻസർ പേഷ്യൻറ്റും, അതായത് ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന എല്ലാ പേഷ്യൻറ്റിനും ഇത് തന്നെയാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു നോക്ക്. അല്ലെന്ന് അവർ പറയത്തുള്ളൂ. പക്ഷേ രേണുവിന് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഇവർക്ക് എന്തിനു അതായത് പറയുന്ന കാര്യത്തിലൊക്കെ ഇച്ചിരി ലോജിക്ക് വേണം. പിന്നെ ഈ ബില്ല് പഴയതാന്ന് പറഞ്ഞു, പഴയതായിക്കോട്ടെ. ഇവർ എടുക്കുന്ന ഈ മെഡിസിൻസ്, രേണുവിന് എടുക്കുന്ന ഈ പറഞ്ഞ ആ മെഡിസിൻസ്, അതായത് പെർട്ടൂസുമോബ് എന്ന് പറഞ്ഞ ആ മെഡിസിൻ, അത് ഏകദേശം 2 ലക്ഷം രൂപ വരുന്ന മെഡിസിനാണ്. അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ മെഡിസിൻ ഈ പുള്ളിക്കാരുടെ ചാർട്ടിലുണ്ടോ നോക്കിയാൽ പോരെ, അതിനല്ലേ വിലയുള്ള മരുന്ന്.
വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ് നിങ്ങൾ പറയുന്നുണ്ട്, കീമോ ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ, ഇതിന്റെ വില അതേണ്ട നിങ്ങൾ കണ്ടോ? ഏകദേശം 3000 രൂപ അടുപ്പിച്ചുണ്ട്. ഇന്നത്തെ 2900 രൂപ അടുപ്പിച്ചായിട്ടിരിക്കുന്നത്. 2800 ചില്ലറ സംതിങ് ഉണ്ട്. 2900 3000 രൂപ അടുപ്പിച്ചുണ്ട് ഈ സാധനത്തിന് തന്നെ. ഇതിൻ്റെയൊക്കെ പേരും ഇതിൻ്റെയൊക്കെ MRP ഉൾപ്പെടെയാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് കളത്തിലാണ് ഇതിനകത്ത് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ ഓഡിയോ ക്ലിപ്പൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ രേണുസുതി ഈ ഒരു അവസ്ഥയിൽ ഒരു റീല് ചെയ്തെന്ന് വെച്ച് ഭയങ്കര അത് ഈ ഒരു അവസ്ഥയിൽ അവൾ റീല് ചെയ്യുന്നു. അതായത് അവർക്ക് ആ ഒരു ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കും ഇപ്പോൾ ഈ പുള്ളിക്കാരി ഇരിക്കുന്നത്. അതായത് പടുകുഴി നിന്ന സമയത്ത് അവരെ സഹായിക്കാൻ ആരുമില്ല. പുള്ളിക്കാരി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ കയറി അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്കും ഒന്ന് കാല് രണ്ട് നേരെ വെച്ചപ്പോഴത്തേക്കും ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം കൊണ്ട് പിന്നെയും പുള്ളിക്കാരി കുഴി വീണപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മൈൻഡ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി കാണും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പുള്ളിക്കാരിക്ക് ഇതൊക്കെ ഒരു റിലാക്സേഷൻ പോലെ തോന്നുകയാണെങ്കിൽ പുള്ളിക്കാരി ചെയ്യട്ടെ. അതിനെ ആർക്കാണ് ഈ പ്രശ്നം? പിന്നെ കുറേ പേര് പറഞ്ഞ് ഭയങ്കര മോശം സ്ത്രീയാണ്. അതായത് ഇവർക്ക് ഒന്നുമില്ലാത്ത സമയത്ത്, ഒന്നുമില്ലാത്ത തിരിഞ്ഞ് നടന്ന സമയത്ത് ഇവരാരെങ്കിലും സഹായിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. അവരെന്നെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തേണ്ട വന്നു. പിന്നെ എന്തിനാണ് എനിക്കറിയാൻ പാടില്ല ഇത്രയും നെഗറ്റീവ് ഇവർക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. ഇത് അതല്ല, ആ മെഡിസിൻ അല്ല നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത്. ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണിത്. ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് യെസ്, അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ ഇത് പെയിൻ കില്ലർ ഒന്നും അല്ല. കുറേ പേര് പറഞ്ഞാൽ പെയിൻ കില്ലർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് പെയിൻ കില്ലർ ഒന്നും, അതിൻ്റെ ദൈവത്തെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പെയിൻ കില്ലർ എന്ന് പറയുന്ന തെണ്ടികളുടെ അടുത്ത് ഈ പേരൊന്ന് അടിച്ചു നോക്കിയിട്ട് അത് എന്തിനുള്ള മരുന്നാന്ന് നോക്ക്. ChatGPT ഉണ്ട്, ജെമിനൈ ഉണ്ട്, ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി എന്തിനുള്ളതാന്ന്. അതിനകത്ത് വ്യക്തമായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷന്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറെ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ, ചേച്ചിക്ക് അത് അറിയാമായിരിക്കും. പെർഫെക്റ്റ് റിപ്ലൈ. ഇതാണ് പെർഫെക്റ്റ് റിപ്ലൈ. അതായത് ഇവർക്ക് ഇവരുടെ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് വ്യക്തമായി പറയുന്നുണ്ട്. ഈ സെയിം ടൈപ്പ് ക്യാൻസർ ആണ് ഇവർക്ക് ഉള്ളതെന്ന് നോക്കുക. ഇപ്പോൾ ഈ സെയിം ടൈപ്പ് ക്യാൻസർ ആണ് ഈ രേണു എടുക്കുന്ന സിമിലർ മെഡിസിൻ ആയിരിക്കും പുള്ളിക്കാരി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഇത് നമ്മൾ പനി വന്ന മറ്റേ ഡോളോ പാരസെറ്റമോളോ കൊടുക്കുന്ന പോലെയൊന്നും അല്ല. ഇത് എല്ലാവർക്കും ഓരോരോ മരുന്ന് കൊടുക്കുക. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ അറിയാണ്ട് കുറേ പേര് വെറുതെ വന്നിങ്ങനെ പറയുന്നതിൽ എനിക്ക് അർത്ഥം തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തിൽ രേണുവിൻ്റെ ഭാഗത്താണ് ശരി. രേണു പറയുന്നതിൽ കാര്യമുണ്ട്. അതായത് രേണു ഇതിൻ്റെ ഒരു ബേസിസിൽ പബ്ലിസിറ്റി ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവർ അസുഖം ഫേക്ക് ചെയ്യാമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും ഇത് ജെന്യുവനാണ്. ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയണം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിലെ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവര് ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിന്റെ സൈഡ് എഫക്ട്സുകൾ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ആയി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും. അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ അപ്പൊ എന്നും അവളങ്ങനെ കിടക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം കീമോ കഴിഞ്ഞ് അതിന്റെ ആ ഒരു എഫക്റ്റ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഒരിക്കലും ഇല്ല. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവറി നടത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ശരിക്കും നല്ലൊരു സർവൈവറാണ്. അതായത് പുള്ളിക്കാരി ഒന്ന് ആലോചിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു, പുള്ളിക്കാരിയുടെ രീതിയിൽ ഒരു നല്ല രീതിയിലൊരു ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പുള്ളിക്കാരി ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇത്ര നിലയിലെത്തി.
എന്തോ ഒരു പുള്ളിക്കാരിക്ക് പണ്ട് തൊട്ടേ ഇത് കൊച്ചിലെ തൊട്ട് പുള്ളിക്കാരി നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരി പണ്ടേ ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു, അന്ന് അത് എടുത്തു കളഞ്ഞിരുന്ന ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് അന്ന് അത് എടുത്തു കളയാൻ പേടിയായിരുന്നു, ഓപ്പറേഷൻ ഇതൊക്കെ പേടിയായിരുന്നു. അത് പുള്ളിക്കാരി കൊണ്ടുപോയി ഇപ്പോൾ ഈ ഒരു വേഴ്സായി പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഫാസ്റ്റായിട്ട് റിക്കവർ ആയിട്ട്. പക്ഷേ ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നിടത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലത്തെ ഒരു ഗതി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ. എന്തായാലും ഇതിനെക്കുറിച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.